LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായ സദാശിവനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്തായാലും ആദ്യം തന്നെ ആശംസകൾ നേരുന്നു. എന്തായാലും കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും താങ്കൾ ഈ നഗരത്തിൻ്റെ പിതാവാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്രതീക്ഷിതമായിരുന്നില്ലേ ഇത്? തീർച്ചയായിട്ടും അപ്രതീക്ഷ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ്. മുമ്പത്തെ പോലെയല്ല, പ്രത്യേകമായ സാഹചര്യം കോഴിക്കോട് കോർപ്പറേഷനകത്ത് വന്നു ചേർന്നിട്ടുണ്ട്. ഒരു കക്ഷിക്ക് മാത്രമായിട്ട് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കക്ഷികളും ചേർന്ന് നിന്നുകൊണ്ട് ഭരിച്ചാൽ മാത്രമേ കോഴിക്കോട് കോർപ്പറേഷനിലെ വികസന പ്രവർത്തനങ്ങളാവട്ടെ, ജനങ്ങളെ ബാധിക്കുന്ന മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു ഞാൻ. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും വിവിധ കക്ഷികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. പരമാവധി അതിനു വേണ്ടിയുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. 2 തവണ കൗൺസിലർ ആയതാണ്. ആ ഒരു പരിചയസമ്പന്നതയുമായിട്ടാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. അത് എത്രത്തോളം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ ഈ ഒരു സംവിധാനത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കും? തീർച്ചയായും 2 തവണ ഞാൻ 10 വർഷം 2 തവണയായിട്ട് കൗൺസിലറായിട്ടുണ്ട്. ധനകാര്യ കമ്മിറ്റിയിലായിരുന്നു 2 തവണയും പ്രവർത്തിച്ചത്. ആ 2 തവണയും ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, കൗൺസിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു ബന്ധം, ആത്മബന്ധം അക്കാലങ്ങളിലുള്ള കൗൺസിലർമാരുമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒക്കെ ഇടപെടുന്നതിനും എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള വലിയ ശ്രമം ഏത് കാലത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ കാലങ്ങളിലെല്ലാം ഞാനത് ചെയ്തിട്ടും ഉണ്ട്. തുടർന്നും അതെനിക്കൊരു അനുഭവമാണ്, മുന്നോട്ട് പോകാനുള്ളൊരു കരുത്താണ്. ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം തുടർന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ അടിസ്ഥാന പ്രശ്നങ്ങൾ, പ്രധാനമായും അവിടുത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുണ്ട്. മലിനജലം കെട്ടിക്കിടക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം മാവൂർ റോഡിലൊക്കെ ഒരു മഴ പെയ്താൽ പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പൂർണ്ണമായും ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് പാളയം പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റുന്നതാണ്. പക്ഷേ ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകളും അത് മാറണം, അങ്ങോട്ട് മാറണം, അവിടെ വാഹന സൗകര്യം, ഗതാഗത സൗകര്യം കുറച്ചും കൂടി സുഗമമാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഒരു വിഭാഗം അതിൽ വിഘടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ പറഞ്ഞ പോലെ 2-3 പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് പച്ചക്കറി പാളയത്തെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ അകത്ത് പണ്ട് കാലത്തെല്ലാം ഒരുമിച്ച് നിന്ന് കൗൺസിൽ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഈ പദ്ധതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തെന്നറിയില്ല, പിന്നീട് കാര്യത്തിൽ ഒരു എതിരഭിപ്രായം രൂപപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മേയർ, ഡെപ്യൂട്ടി മേയർ തലത്തിലൊക്കെ ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ തൊഴിലാളികൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, എല്ലാ വിഭാഗത്തെയും ഇരുത്തിക്കൊണ്ടാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതൊരു യാഥാർത്ഥ്യ, പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി എന്താണോ അതിന് പരിഹാരം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും ഒരു വിശദമായ ആലോചനയിലൂടെ, ഏതായിരുന്നാലും ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു, പച്ചക്കറി മാർക്കറ്റ് നല്ല സൗകര്യത്തോടു കൂടെ ആ തിരക്കിൽ നിന്ന് മാറി അല്പം അകലേക്ക് വേണമെന്നുള്ള കാര്യത്തിൽ യോജിപ്പുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന തൊഴിലാളികളുടെയും ഷോപ്പുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇനി എന്താണോ എന്നുള്ളത് നോക്കി ഒന്നുകൂടെ ചർച്ച ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു പരിഹാരം അതിന് കാണണം. അത് ആ കാര്യത്തിൽ മാത്രമല്ല, മറ്റേതൊരു കാര്യത്തിലാണോ പ്രതിസന്ധി നിലനിൽക്കുന്നത് ആ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് ഒരു മുൻകൈ, ഒരു സമവായത്തിൻ്റെ ഒരു മുൻകൈ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം സമരങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. കാരണം അത്രത്തോളം വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനിയും ഇപ്പോൾ UDFിൻ്റെ സമരപരിപാടികളും അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അവിടുത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതൊക്കെ എങ്ങനെയാണ് ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും? അവരെ കൂട്ടി ഈ വികസന പദ്ധതിയുടെ ഭാഗമാക്കുമോ? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷൻ ഉണ്ടോ? അത് ചില കാര്യങ്ങളിൽ നിലപാടിൻ്റെ പ്രശ്നമുണ്ട്. ചിലത് ശരിയാണ്, ആ ശരിയാണെന്നുള്ള എല്ലാവർക്കും അംഗീകരിക്കാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന് ആവശ്യമാണ് സിവറേജ് പദ്ധതിയുടേതാവട്ടെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം അത്തരം ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ശരിയായ വണ്ണം അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരാൻ പരിശ്രമങ്ങൾ ഒരുപാട് നടന്നു. പക്ഷേ എന്തെന്നറിയില്ല, എനിക്ക് തോന്നുന്നു അതിൽ ഈ കോർപ്പറേഷൻ്റെ പൊതുവായ വികസനത്തിനപ്പുറത്ത് ചില രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് അതിനെ കണ്ടുപോകുന്നൊരു സംശയമുണ്ട്. അതല്ലെങ്കിൽ നഗരത്തിൻ്റെ താല്പര്യം മാത്രം കാണുകയാണെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ നേരത്തെ യോജിപ്പുണ്ടാവേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാതെ പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇനിയും തുടരാൻ തന്നെയാണ് ഉദ്ദേശം. കാരണം നാടിനിതെല്ലാം വേണമല്ലോ. ക്യാമറാമാൻ അമർജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.